അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് 2ാം ക്ലാസ്സുകാർക്ക് ഇന്ന് കഴിഞ്ഞ ലിസാനുൽ ഖുർആനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്തു നോക്കാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരുന്നതെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ പ്രവർത്തനം നസിലു മാ യുനാസിബു എന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം താഴെ കാണുന്ന ബോക്സിൽ എടുത്തെഴുതാനാണ്. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്നാമത്തത് അർബാത്തുൻ 4, സബഅത്തുൻ 7, തിസ്അത്തുൻ 9, വാഹിദുൻ 1, ഹംസത്തുൻ 5 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് എണ്ണാനൊക്കെ അറബിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് എണ്ണി നോക്കിയിട്ട് കറക്റ്റ് എണ്ണം നോക്കിയിട്ട് അവിടെ ഉത്തരം എഴുതി കൊടുത്താൽ മതി. എണ്ണി നോക്കാം. ഇവിടെ ഒന്നാമതായി തന്നിട്ടുള്ള ചിത്രം മാങ്ങയാണ്. മാങ്ങ എത്ര ഉണ്ട്? വാഹിദുൻ, ഇസ്നാനി, സലാസ, അർബ, ഹംസ, 5 എണ്ണമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഹംസ എന്ന് എഴുതി കൊടുക്കണം ഇവിടെ. ഇനി അടുത്തത് എന്താണ്? ഒരു ബക്കറ്റാണ്. ഈ ബക്കറ്റ് എത്ര ഉണ്ട്? 1 ഉള്ളൂ. 1 എന്താ പറയുക? വാഹിദുൻ. അപ്പോൾ ഇവിടെ വാഹിദുൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്? പെൻസിലാണ്. ഇത് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ എന്താ 9-ന് പറയുക? തിസ്അത്തുൻ. അപ്പോൾ ഈ തിസ്അത്തുൻ എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി എന്താണ്? ഇനി വെണ്ടയ്ക്കയാണ്. എത്ര വെണ്ടയ്ക്കയാണുള്ളത്? 1, 2, 3, 4, 5, 6, 7. 7 വെണ്ടയ്ക്കൊക്കെ എന്താ പറയുക? സബഅത്തുൻ. അപ്പോൾ നമ്മളിവിടെ സബഅത്തുൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി എത്ര പഴമാണുള്ളത്? 1, 2, 3, 4. 4 പഴമാണല്ലേ. അപ്പോൾ ഇവിടെ അർബഅത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 4. അപ്പോൾ ഇവിടെ അത് എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഓരോ ചിത്രങ്ങളും ശരിയായ രീതിയിൽ എണ്ണിയിട്ട് ആ കറക്റ്റ് എണ്ണം ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് ഈ ബോക്സിൽ എഴുതി കൊടുക്കണം. ദാ ഇതുപോലെ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. ഇനി 2ാമത്തെ പ്രവർത്തനം നോക്കാം. നുസമ്മിൽ അഷ്യാ താലിയ. താഴെ തന്നിട്ടുള്ളവയുടെ പേരുകൾ അവിടെ എഴുതി കൊടുക്കാനാണ്. ഇവിടെ ഒന്നാമത് എന്താണ് തന്നിട്ടുള്ളത്? ഒരു പശുവാണല്ലേ. പശുവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബക്കറത്തുൻ. അത് ഇവിടെ എഴുതി കൊടുക്കുക. ഇവിടെ ബക്കറത്തുൻ എന്ന് എഴുതുക. ഇനി 2ാമത്തെ ചിത്രം എന്താണ്? വീടാണ്. വീടിന് എന്താ പറയുക? ബൈത്തുൻ. ബൈത്തുൻ എന്ന് ആ ബോക്സിൽ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചിത്രം എന്താണ്? ഒരു പൂവൻ കോഴിയാണല്ലേ. പൂവൻ കോഴിക്ക് എന്താ പറയുക? ദീക്കുൻ. അത് അതിന് താഴെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചിത്രം ഒരു പിടക്കോഴിയാണ്. പിടക്കോഴിക്ക് എന്താണ്? ദജാജത്തുൻ. അപ്പോൾ ഈ ബോക്സിൽ ദജാജത്തുൻ എന്ന് എഴുതി കൊടുക്കുക. പിന്നെ എന്താണ് വന്നിട്ടുള്ളത്? ഒരു അണ്ണാനാണല്ലേ. അണ്ണാൻ എന്താ പറയുക? സിഞ്ചാബുൻ. അണ്ണാന് പറയുക സിഞ്ചാബുൻ. അപ്പോൾ ഇതൊക്കെ അക്ഷരത്തെറ്റില്ലാതെ ബോക്സിൽ എഴുതി കൊടുക്കണം. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടവർക്ക് ഈ എക്സാം വളരെ എളുപ്പമായിട്ടുണ്ടാവും. ഓരോ ചിത്രങ്ങളുടെയും പേരുകൾ പഠിക്കാനും അത് പരീക്ഷയ്ക്ക് എഴുതാൻ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ചവർക്ക് പരീക്ഷ നല്ല സിമ്പിളായിട്ടുണ്ടാകും അല്ലേ. ഇനി നമുക്ക് 3ാമത്തെ പ്രവർത്തനം നോക്കാം. ഇനി 3ാമത്തത് നഖ്താറു മിനൽ ഖൗസൈനി വനുക്കമ്മിലു. ഇവിടെ ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ബ്രാക്കറ്റിൽ നിന്നും അതിനോട് യോജിച്ചത് ശരിയായ ഉത്തരം എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഡാഷ് ഉസ്താദി. എൻ്റെ ഉസ്താദാണ്. അപ്പോൾ അവിടെ ഹാദ എന്നാണോ ഹാദിഹി എന്നാണോ? ഏതാണ് വെക്കേണ്ടത്? ഇവിടെ ഉസ്താദ് എന്നുള്ളത് ആണായതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് വെക്കേണ്ടത്? ഹാദ എന്നാണ് അല്ലേ. ഹാദ. അപ്പോൾ ഇവിടെ ഹാദ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? ഡാഷ് ഉഖ്തി. എൻ്റെ സഹോദരിയാണ്. അതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഹാദ ആണോ ഹാദിഹി ആണോ? പെണ്ണാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാദിഹി എന്നായിരിക്കും. അപ്പോൾ ഹാദിഹി ഉഖ്തി എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി 3ാമത്തെ ചോദ്യം ഡാഷ് കിതാബി. എൻ്റെ പുസ്തകമാണ് എന്നാണ്. അപ്പോൾ കിതാബ് എന്നുള്ളത് എന്താണ്? ആണാണല്ലേ.
ആണായതുകൊണ്ട് തിൽക്കയാണോ ദാലിക്കയാണോ വേണ്ടത്? ആണാകുമ്പോൾ നാം വെക്കേണ്ടത് ദാലിക്ക. അപ്പോൾ എന്ത് ചെയ്യണം? ദാലിക്ക എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ദാലിക്ക കിതാബി, അത് എൻ്റെ പുസ്തകമാണ്. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? ഡാഷ് ബിത്തീഹത്തുൻ. അപ്പോൾ അത് വത്തക്ക, തണ്ണിമത്തൻ. അത് തണ്ണിമത്തൻ എന്ന് പറയാൻ എന്താണ് വേണ്ടത്? തിൽക്ക എന്നാണോ ദാലിക്ക എന്നാണോ? ഇവിടെ ബിത്തീഹത്തുൻ എന്നുള്ളതൊരു പെൺവസ്തുവാണ്. എൻ്റെ അവസാനം താ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്താ വെക്കേണ്ടത്? തിൽക്ക എന്നാണ്. തിൽക്ക ബിത്തീഹത്തുൻ. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. തിൽക്ക ബിത്തീഹത്തുൻ, അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ്? അത് തണ്ണിമത്തനാകുന്നു. അപ്പോൾ ഇത് എളുപ്പമല്ലേ? ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നുക്കമ്മിലുൽ ഫറാ, താഴെ തന്നിട്ടുള്ളത് പൂരിപ്പിക്കാനാണ്. ഇസ്മി ജാസിമുൻ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെ എഴുതി കൊടുക്കാം. എൻ്റെ പേര് ജാസിം എന്നാണ്. അന ദാരിസുൻ. അന ദാരിസുൻ ഫി സൊഫി സാനി. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ ദാരിസുൻ എന്നാണ് എഴുതേണ്ടത്. പിന്നെ ഇവിടെ എന്താണ്? ഹാദ കലമി, ഇതെൻ്റെ പേനയാണ്. ഇപ്പോൾ കലമുൻ എന്നുള്ളത് ആൺ വസ്തു ആയതുകൊണ്ടാണ് നമ്മൾ ഹാദ എന്നവിടെ എഴുതി കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഹക്കീബത്തി എന്നാണ്. ഹക്കീബത്തി ഒരു പെണ്ണായതുകൊണ്ട് ഇവിടെ എന്താ എഴുതണ്ടേ? ഹാദിഹി. എന്താണ്? ഹാദിഹി എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഹാദിഹി ഹക്കീബത്തി, ഇതെൻ്റെ ബാഗാകുന്നു. ഫിൽ ഹക്കീബത്തി കിതാബുൻ. അപ്പോൾ ഇങ്ങനെ ശരിയായ രീതിയിൽ അത് പൂരിപ്പിച്ചു കൊടുത്താൽ അതിന് എന്ത് ചെയ്യും? ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നുജീബു, ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഐനൽ ഉമ്മു, ഉമ്മ എവിടെയാണ്? അപ്പോൾ ചോദ്യത്തിൽ എന്താണ്? ഉമ്മൂന്ന് ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉമ്മൂന്ന് വെച്ചിട്ട് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. അൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ എവിടെയാണ്? വീട്ടിലാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഐന മുഅല്ലിമു, അധ്യാപകൻ എവിടെയാണ്? അപ്പോൾ ഇങ്ങനെ ഉത്തരം എഴുതേണ്ടി? അൽ മുഅല്ലിമുന്ന് അവസാനത്തിലുണ്ട്. അപ്പോൾ ഉത്തരത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. അൽ മുഅല്ലിമു ഫി സൊഫി, ക്ലാസ്സിലാണല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ആറാമത്തെ എന്താണ്? നുൻഷി ഉ സുആല, ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. എന്താണ് ചോദ്യം? ഒന്നാമത്തേത് ഇവിടെ ഉത്തരമായിട്ട് തന്നിട്ടുള്ളത് ദാലിക ബുർത്തുകാലുൻ, അത് ഓറഞ്ചാകുന്നു. അപ്പോൾ അത് ഓറഞ്ച് ആയതുകൊണ്ട് ഒരു വസ്തുവാണ്. അപ്പോൾ നമ്മൾ ചോദ്യം എന്താണ് വേണ്ടത്? മാ എന്നാണ്. പിന്നെ ഇവിടെ ദാലിക്ക അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മാ ദാലിക്ക, അതെന്താണ് എന്നാണ് വേണ്ടത്. ഇനി എന്താണ്? രണ്ടാമത്തെ ചോദ്യം, അതിന് ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്. തിൽക്ക തുഫാഹത്തുൻ, അതൊരു ആപ്പിളാണ്. അപ്പോൾ അവിടെ എന്താണ്? അതൊരു വസ്തു ആയതുകൊണ്ട് തന്നെ മാ എന്നാണ് ചോദിക്കേണ്ടത്. മാ തിൽക്ക, അതെന്താണ്? അപ്പോൾ ഉത്തരം എന്തായിട്ട് വരും? തിൽക്ക തുഫാഹത്തുൻ. അപ്പോൾ വസ്തുക്കളൊക്കെ ആവുമ്പോൾ മാ എന്നാണ് ചോദിക്കേണ്ടത്. ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളെ മൻ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ വസ്തുക്കളായതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? മാ എന്ന് മാത്രം, മാ ദാലിക്ക, മാ തിൽക്ക എന്നൊക്കെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം ഏഴാമത്തത് ഹയ്യ നൻസഹ്, പകർത്തി എഴുതാനാണ്. ഇത് അതേപോലെ നമ്മൾ കോപ്പി എഴുതൂലേ, കോപ്പി എഴുതണ പോലെ നോക്കി അതേപോലെ എഴുതാനാണ്. എന്താണ്? അല ഷജറത്തി ഉറാബുൻ, മരത്തിന്മേൽ കാക്കയുണ്ട് എന്നുള്ളത് എങ്ങനെ? അതേപോലെ കോപ്പി എഴുതുമ്പോൾ എങ്ങനെയാണോ എഴുതല്? ആ വരകളിൽ തട്ടിച്ച് നല്ല വൃത്തിയിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2ാം ക്ലാസ്സുകാരുടെ ലിസാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല എളുപ്പമുള്ള ചോദ്യപേപ്പറാണല്ലേ. നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എളുപ്പമായിട്ടുണ്ടാകും. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി
നമ്മുടെ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.